ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്താണ്, അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ NCI എന്നാണ് പറയാറ്. ഓക്കെ, അപ്പോൾ അതൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. അപ്പോൾ സോ ദാറ്റ് ഇറ്റ് വിൽ ബി ക്ലിയർ ഫോർ യു. എ കമ്പനി, ബി കമ്പനി, രണ്ട് കമ്പനി ഉണ്ട്. ഓക്കെ, എ കമ്പനി വന്നിട്ട് ബി കമ്പനിയിൽ 70% ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ബി കമ്പനിത്തെ 70% ഷെയർസ് ആര് പർച്ചേസ് ചെയ്തിട്ടുണ്ട്? എ കമ്പനി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സോ എ കമ്പനി പർച്ചേസ് ഷെയർസ് ഫ്രം എവിടെ നിന്നാണ്? ബി കമ്പനി. എത്ര ഷെയർസ് ആണ്? 70% ഇക്വിറ്റി ഷെയർസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സോ എ കമ്പനി എന്താണ്? പാരന്റ് കമ്പനിയും ബി കമ്പനി എന്ന് പറയുന്നത് എന്താണ്? സബ്സിഡറി കമ്പനി. ഓക്കെ, ഇത് രണ്ടും ക്ലിയർ ആയ? എ കമ്പനി വന്നിട്ട് ബി കമ്പനിയിൽ 70% ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ എ കമ്പനി ഈസ് നോൺ ആസ് പാരന്റ് കമ്പനിയും ബി കമ്പനി പറയുന്നത് സബ്സിഡറി കമ്പനിയും. അപ്പോൾ എ കമ്പനി 70% ഓളം ഇൻട്രസ്റ്റ് ഏതിലുണ്ട്? ബി കമ്പനിയിൽ ഉണ്ട്. അപ്പോൾ ഈ 70% ഇൻട്രസ്റ്റിനെയാണ് 70% ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് വി വിൽ സേ? കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ബാലൻസ് ഇവിടെ നോക്കാം. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് പറയുന്നത് എത്രയാണ്? 100% അല്ലേ? എല്ലാ ബി കമ്പനിയിലുള്ള ഷെയർസിന് നമ്മൾ എന്ത് പറയുന്നത്? 100% എന്നാണ് പറയുന്നത്. ഔട്ട് ഓഫ് ദിസ് 100%, 70% ആരാ പർച്ചേസ് ചെയ്തിരിക്കുന്നത്? എ കമ്പനിയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ബാലൻസ് പറയുന്നത് എത്രയുണ്ട്? ബാലൻസ് 30% ഉണ്ട്. ഈ ബാലൻസ് 30% മറ്റുള്ള അതേഴ്സ് ആണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള കമ്പനീസോ മറ്റുള്ള ഇൻവെസ്റ്റേഴ്സോ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബാലൻസ് 30%നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ NCI എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ NCI പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഔട്ട്സൈഡേഴ്സ്, അതർ ദാൻ പാരന്റ് കമ്പനി അല്ലാതെ മറ്റുള്ളവർ ബാലൻസ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ബാലൻസ് ഇൻവെസ്റ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഈ 30%-ൽ ഈ എക്ക് എന്തില്ല? ഒരു ഹോൾഡും ഇല്ല, ഒരു ഇൻട്രസ്റ്റും ഇല്ല അല്ലേ? എയുടെ ഇൻട്രസ്റ്റ് എത്രയ്ക്കാണ്? ഈ 70% ആണ്. എ ഈസ് ഹാവിംഗ് ഹോൾഡിങ്സ് ഓൺ ദ 70%. അപ്പോൾ എക്ക് കൺട്രോളിംഗ് ഉള്ളത് എത്ര പെർസെൻറ്റേജ് ആണ്? 70%. അപ്പോൾ എക്ക് കൺട്രോളിംഗ് ഉള്ളതിനെ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്, പാരന്റ് കമ്പനിക്ക് കൺട്രോൾ ഇല്ലാത്തതിന് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്നുള്ളത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കാം. നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് refers to the proportionate share of the interest or net asset that belongs to the investors from outside the group. outside the ഗ്രൂപ്പിൽ ഉള്ളവർക്ക് അവർക്ക് എത്ര ഇൻട്രസ്റ്റ് ഉണ്ടോ, അവർ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഫോർ എക്സാമ്പിൾ, എക്സ് ലിമിറ്റഡ് ഹോൾഡ്സ് 80% ഓഫ് ഷെയർസ് ഇൻ വൈ ലിമിറ്റഡ്. അപ്പോൾ ഇവിടെ രണ്ട് കമ്പനി ഉണ്ട്, എക്സ് ആൻഡ് വൈ. ഈ എക്സ് കമ്പനി എന്ന് പറയുന്നത് വൈ കമ്പനിയിലെ ഷെയർസിൽ എത്ര പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട്? 80%. ഓക്കെ, this means that 20% of shares are held by the investor from outside the group. അപ്പോൾ ടോട്ടൽ 100%-ൽ 80% ആരാ ഹോൾഡ് ചെയ്യുന്നത്? എക്സ് ലിമിറ്റഡ് ആണ് ഹോൾഡ് ചെയ്യുന്നത്. ബാലൻസ് 20% എന്ന് പറയുന്നത് ആരാണ്? ഔട്ട്സൈഡ് ദ ഗ്രൂപ്പ്. ഔട്ട്സൈഡ് ദ ഗ്രൂപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനിയാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ആൻഡ് വൈ ആർ നോൺ ആസ് ദ ഗ്രൂപ്പ്. അപ്പോൾ ഈ എക്സും വൈയും അല്ലാത്ത ഔട്ട്സൈഡേഴ്സിനെയാണ് നമ്മൾ എന്ത് അവർ ഇൻവെസ്റ്റ് ചെയ്തതിനാണ് 20%. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? NCI പറയുന്നത്. This further means that X Limited has controlling interest in Y Limited. X Limited ന് controlling interest ഉണ്ട്. കാരണം എന്താണ്? more than 51% ആണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്? ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇഫ് ഇറ്റ് ഈസ് more than 51% ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയും. ആൻഡ് മൈനോറിറ്റി ഗ്രൂപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഔട്ട്സൈഡേഴ്സിനാണ് മൈനോറിറ്റി. കാരണം ഇവിടെ മെജോറിറ്റി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആരാണ്? എക്സ് ലിമിറ്റഡ് ആണ്. എക്സ് ലിമിറ്റഡ് ഈസ് ഹാവിംഗ് ദ മെജോറിറ്റി ഹോൾഡിങ്സ്. അപ്പോൾ എക്സ് ലിമിറ്റഡ് ആണ് പാരന്റ് കമ്പനി. ദാറ്റ് ഈസ് സ്മോൾ പോർഷൻ ഹോൾഡ് ചെയ്യുന്നവരിനെയാണ്, ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ദ ഗ്രൂപ്പിനുള്ളവരിനെ, ഔട്ട്സൈഡേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈനോറിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ മൈനോറിറ്റി ഗ്രൂപ്പ് ഹോൾഡ് ചെയ്യുന്നത് എത്രയാണ്? 20%. ഹാസ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്. അപ്പോൾ അവർ ഹോൾഡ് ചെയ്യുന്ന ഈ 20%-നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. Is it clear? Thus, this minority group has proportionate share
20% in the net asset of Coir Limited. അപ്പോൾ ഈ മൈനോറിറ്റി ഗ്രൂപ്പ് ദാറ്റ് ഇസ് ഔട്ട്സൈഡേഴ്സിന് എത്ര പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഉണ്ട്? 20% ഇൻ ദ നെറ്റ് അസറ്റ്. നെറ്റ് അസറ്റിലുള്ള ദാറ്റ് ഇസ് കമ്പനിയുടെ അസറ്റിൽ അവർക്കുള്ള പോർഷൻ എന്ന് പറയുന്നത്, അവരുടെ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? 20% ആണ്. ദിസ് ഇസ് ദ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. അപ്പോൾ അവരുടെ ദാറ്റ് ഇസ് മൈനോറിറ്റി ഗ്രൂപ്പിൻ്റെ അടുത്തുള്ള ഹോൾഡിങ്സിനാണ്, ഷെയർസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. Thus, the share in the net asset of the subsidiary available to outside investor is known as non-controlling interest. അപ്പോൾ ടോട്ടൽ കമ്പനിയുടെ അസറ്റ്സിൽ സബ്സിഡറി കമ്പനിക്ക് ദാറ്റ് ഈസ് ഔട്ട്സൈഡേഴ്സ്, സബ്സിഡറി കമ്പനിക്കുള്ള ഔട്ട്സൈഡേഴ്സിന് എത്രയാണോ ഇൻവെസ്റ്റേഴ്സ് അവർക്ക് കിട്ടുന്നത് അതിനെയാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, NCI is the equity in the subsidiary not attributable directly or indirectly to a parent. അപ്പോൾ ഒരു പാരന്റ് കമ്പനിക്ക് ദാറ്റ് ഈസ് ഇക്വിറ്റി ഷെയർസിൽ ദാറ്റ് ഈസ് ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ട് ഒരു ആട്രിബ്യൂട്ടോ ഇല്ലെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? NCI എന്ന് പറയുന്നത്. അവർക്ക് ഒരു കൺട്രോളും ഇല്ല, അവർക്ക് അതിൽ ഒരു പാർട്ടും ഇല്ലാത്ത വരുന്ന ഷെയർസിനെയാണ്, ഇൻവെസ്റ്റ്മെന്റിനെയാണ് NCI എന്ന് പറയുന്നത്. ഇനി the non-controlling interest was previously known as minority interest. അപ്പോൾ NCIയുടെ വേറൊരു പേരും കൂടി ഉണ്ട്, എന്താണ്? മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്നും കൂടെ പറയും. ഓക്കെ, ഇനി നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് arises when the parent company holds less than 100% of the equity shares of the subsidiary company. Total 100% investment that is if it is a less than 100% അവർക്ക് ഹോൾഡിങ്സ് ഉണ്ടെങ്കിൽ മാത്രം NCI ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫുൾ 100% ഇപ്പോൾ A കമ്പനി വന്ന് B കമ്പനിയിൽ ഫുൾ 100% ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ NCI ഉണ്ടാവോ? ഇല്ല. കാരണം ഫുൾ ആരുടെ കൺട്രോളാണ്? എയുടെ കൺട്രോളാണ്. B വന്നിട്ട് ഹോൾലി സബ്സിഡറി കമ്പനിയാണ്. ഇവിടെ ഒന്നും ഔട്ട്സൈഡേഴ്സിനില്ല. ഫുൾ കൺട്രോൾ ആർക്കാണ്? ഫുൾ ഇൻവെസ്റ്റ്മെന്റ് ആർക്കാണ്? A കമ്പനിക്കാണ്. അപ്പം ലെസ് ദാൻ 100% ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? NCI ഉണ്ടാവുള്ളൂ. ഇസ് ഇറ്റ് ക്ലിയർ? Then, if the parent company holds 100% of the shares of the subsidiary, there is no question of non-controlling interest. If parent company full 100% investment ചെയ്യുന്നുണ്ടെങ്കിൽ, holds 100% of equity shares parent company purchase ചെയ്യുന്നുണ്ടെങ്കിൽ, there is no NCI എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി NCIയുടെ കാൽക്കുലേഷൻസ് നോക്കാം. എങ്ങനെയാണ്? രണ്ട് മെത്തേഡ് ഉണ്ട് NCIയുടെ കാൽക്കുലേഷനിൽ. അതിൽ ഫസ്റ്റ് മെത്തേഡ് പറഞ്ഞാൽ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ഉള്ള മെത്തേഡാണ്. നമുക്കൊന്ന് പോവാം. സോ വാല്യൂ ഓഫ് ദ ഷെയർസ് ഹെൽഡ് ബൈ ദ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ്, ദാറ്റ് ഈസ് ടോട്ടൽ ഷെയർസിൽ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് എത്രയാണ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്നത് അതിൻ്റെ എമൗണ്ട് എഴുതുക. ഓക്കെ, മൈനോറിറ്റി ഷെയർസ് പറഞ്ഞാൽ NCIയുടെ എമൗണ്ട് എത്രയാണ് ഷെയർസ് പാരന്റ് കമ്പനി ഹോൾഡ് ചെയ്യുന്നത്, അതിന് ബാലൻസ് ആയിട്ടുള്ള മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് എത്രയാണോ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നത് അതിൻ്റെ എമൗണ്ട്. ആൻഡ് അതിൻ്റെ കൂടെ നമ്മൾ പ്ലസ് ചെയ്യണം എന്താണ്? ഷെയർസ് ഇൻ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് ദ സബ്സിഡറി കമ്പനി, അതിൻ്റെ കൂടെ ഷെയർസ് ഇൻ ദ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് ദ സബ്സിഡറി കമ്പനി. ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ തന്നെയാണ് NCI എന്ന് പറയുന്നത്. നോക്കുക, ഷെയർസ് ഹെൽഡ് ബൈ ദ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കൂടെ നമ്മൾ എന്തും കൂടെ ആഡ് ചെയ്യണം? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്, സബ്സിഡറി കമ്പനിയുടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? NCI കിട്ടി. ഇത് ഒരു മെത്തേഡാണ്. ഇനി സെക്കൻഡ് മെത്തേഡിൽ പറഞ്ഞാൽ ഒരു ചെറിയൊരു ഇതുണ്ട്, ഈ ഫോർമുലയിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആ സെക്കൻഡ് മെത്തേഡ് അനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം. സോറി, NCI കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. ടെക്സ്റ്റ് ബുക്കിൽ ചെറിയൊരു മിസ്റ്റേക്സ് ഉണ്ട്. സോ NCI is equal to net asset acquired into NCI percentage. NCI percentage ചെയ്താൽ മതി. ഇവിടെ നോക്ക്, ഇത് കൺട്രോളിങ് ഇൻട്രസ്റ്റ് 70%, CI ഇൻട്രസ്റ്റ് 70%, NCI ഈ എക്സാമ്പിൾ നോക്കി NCI പെർസെൻറ്റേജ് എത്രയാണ്? 30%. ഓക്കെ, അപ്പോൾ നെറ്റ് അസറ്റ് അക്വേർഡ് ഇൻറ്റു NCI പെർസെൻറ്റേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? NCI കിട്ടി. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് കുറച്ചൊന്ന് ഫോർമുലയിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇനി ഈ നെറ്റ് അസറ്റ് അക്വേർഡ് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ ശ്രദ്ധിക്കുക, നെറ്റ് അസറ്റ് അക്വേർഡ്
നെറ്റ് അസറ്റ് അക്വേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ നോക്കുക, ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് മൈനസ് ടോട്ടൽ liability. Is it clear? Total liabilities assumed. അല്ലെങ്കിൽ ഇതിന്റെ വേറൊരു ഫോർമുല കൂടിയും പറഞ്ഞു തരാം. നെറ്റ് അസറ്റ് അക്വേർഡിന് ദാറ്റ് ഈസ് ടോട്ടൽ അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റീസ്. ടോട്ടൽ അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റി. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? നെറ്റ് അസറ്റ് അക്വേർഡ് കിട്ടിക്കഴിഞ്ഞു. ഇതിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതിനേക്കാൾ സിമ്പിൾ ആയിട്ടുള്ള ഫോർമുലയിലേക്ക് പോവാം. ടോട്ടൽ അസറ്റിന്ന് എന്ത് മൈനസ് ചെയ്യുക? കറന്റ് ലയബിലിറ്റി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വാട്ട്? നെറ്റ് അസറ്റ് അക്വേർഡ് കിട്ടും. ഓക്കെ, അപ്പൊ നെറ്റ് അസറ്റ് ഇൻറ്റു NCI പെർസെൻറ്റേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? NCI കിട്ടി. ഓക്കെ, ഇനി ഈ NCI ബാലൻസ് ഷീറ്റ്, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ എവിടെയാണ് എഴുതേണ്ടത്? A parent presents NCI in the consolidated balance sheet separately from the equity of the owners of the parent. It is shown under non-current liability. അപ്പോൾ ഇവിടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ നോൺ കറന്റ് ലയബിലിറ്റിയുടെ താഴെയാണ്, അണ്ടർ നോൺ കറന്റ് ലയബിലിറ്റിയിലാണ് നമ്മൾ എന്ത് റെക്കോർഡ് ചെയ്യുക? NCI റെക്കോർഡ് ചെയ്യുക. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ വൺസ് അഗൈൻ ലെറ്റ് മീ ടെൽ യു, ഈ NCI ബാലൻസ് ഷീറ്റിൽ എവിടെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ അണ്ടർ നോൺ കറന്റ് ലയബിലിറ്റിയിലാണ് NCI നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റെക്കോർഡ് ചെയ്യേണ്ടത്. സോ NCI എന്താന്നുള്ളത് ക്ലിയർ ആയോ?